ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ CRM പോർട്ടൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ ഇൻവൈറ്റ് ലിങ്ക് നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻവൈറ്റ് ലിങ്ക് കിട്ടുമല്ലോ. ഈ ഇൻവൈറ്റ് ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടീമിൻ്റെ പാർട്ടാവും. അപ്പോൾ ഈ ടീമിൻ്റെ പാർട്ടായി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു CRM പോർട്ടലായിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. അപ്പം CRM പോർട്ടലല്ല, ഇത്രയും ഓപ്ഷൻസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് CRM ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ CRM നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റ് കൊടുത്തിട്ട് പേര്, ഇപ്പോൾ എക്സാമ്പിൾ XYZ എന്നാണ് പുള്ളീൻ്റെ പേര്. ഇപ്പോൾ കൊടുത്തു നമ്മൾ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയായിട്ട് സംസാരിക്കുന്ന സ്റ്റേജ് ഏതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡയലാണെങ്കിൽ ഫസ്റ്റ് ഡയൽ എന്ന് കൊടുക്കാം. പിന്നെ നമ്മൾ ആ കുട്ടിയായിട്ട് സംസാരിച്ച് പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷനും ഡിസ്കഷനും ചെയ്ത് നമ്മൾ പറയാൻ നമ്മുടെ ആവശ്യമുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേജിലേക്ക് കൊടുക്കാം. നമ്മൾ വാട്സപ്പിലേക്ക് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെൻഡ് ഡീറ്റെയിൽസിന് വാട്സപ്പിൽ നിന്ന് കൊടുക്കാം. പാരൻ്റ് അപ്രൂവൽ, അപ്പോൾ കുട്ടീനോട് സംസാരിച്ച് ലാസ്റ്റ് ആ കുട്ടി പറയുകയാണ് ഞാൻ പാരൻ്റ് അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയുകയാണെങ്കിൽ കൊടുക്കാം. അല്ല ഞാൻ നാളെയോ മറ്റന്നാളോ പേ ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ഫോളോ അപ്പ് കൊടുക്കാം. പേ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ്റ് ആക്കാം. പിന്നെ ഇപ്പോൾ കുട്ടി ലാസ്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ലോസ്റ്റ് എന്തുകൊണ്ടാണ് അത് കസ്റ്റമർ ലോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. ഇതാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ XYZ നമ്മളിവിടെ പാരൻ്റ് അപ്രൂവൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പ്രൈസ് നമ്മളിവിടെ കൊടുക്കുന്നു. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണ്? 5,999 ആണ്. അത് ഏത് ദിവസത്തിനുള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ഒരു ജൂൺ 15-ാം തീയതിക്ക് മുമ്പ്, ജൂൺ 8-ാം തീയതിക്ക് മുമ്പ് ക്ലോസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ വെക്കുന്നു. ആ കുട്ടീൻ്റെ കോൺടാക്റ്റ് ഇപ്പോൾ XYZ എന്ന് പറയുന്നത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് XYZ. ഇവിടെ ഫോൺ നമ്പർ വയ്ക്കും. നമ്മളിവിടെ ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ, ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുത്തു. ഇനി ആ കുട്ടീൻ്റെ കോളേജ്, ഇവിടെ കമ്പനിയാണ് കൊടുത്തിരിക്കുന്ന കമ്പനി. അപ്പോൾ കോളേജ് ഏത് കോളേജാണെന്നുള്ള ഡീറ്റെയിൽ നമ്മളിവിടെ കൊടുക്കുന്നു. ABC എന്ന് പറയുന്ന കോളേജിലാണ് നോക്കുക. ABC എന്ന് പറയുന്ന കോളേജിലാണ്. അപ്പോൾ ക്രിയേറ്റ് ABC കൊടുത്ത് ആ നമ്പറും ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, അത് കൊടുക്കുക. പിന്നെ ഇവിടെ ഡീൽ ടൈപ്പ് എന്താണ്? സെയിൽസാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ സോഴ്സ് ഇൻഫർമേഷൻ എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ സോഴ്സ് എല്ലാം വെബിനാറാണ്. ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് ആ ഡീറ്റെയിൽ കിട്ടിയെന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ സോഴ്സ് ഇൻഫർമേഷൻ നമ്മൾ നടത്തിയത് ആദർശ് സാറിൻ്റെ വെബിനാറാണ്. അപ്പോൾ നമ്മളിവിടെ ആദർശ് സാറിന് കൊടുക്കുന്നു. സ്റ്റാർട്ട് ഡേറ്റ് അതൊക്കെയാണ്. പിന്നെ ഇവിടെ നമ്മൾ ആ കുട്ടീൻ്റെ ഒരു പ്രൊഫൈൽ, നമ്മൾക്കിപ്പോൾ നമ്മൾ ആ കുട്ടീനോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ പ്രൊഫൈൽ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണ് ആ കുട്ടി ഇന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 50% മാർക്കാണ് മേടിച്ചിട്ടുള്ളത്, സപ്ലി ഉണ്ടായിരുന്നു, സപ്ലി ഇല്ലായിരുന്നു, ആ കുട്ടിക്ക് ഇന്നതാവാനാണ് ആഗ്രഹം, ആ കുട്ടീനെ ഈ രീതിയിലൊക്കെ നമ്മൾ ഗൈഡ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലുള്ളൊരു സാധനം കൊടുത്ത് നമ്മളിവിടെ കൊടുത്ത് സേവ് കൊടുക്കുന്നു. സേവ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ആവും. ഫസ്റ്റ് ഡയൽ പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻ ഡിസ്കഷൻ സെൻഡ് ചെയ്യാൻ നമ്മൾ പാരൻ്റ് അപ്രൂവലിന് വെയിറ്റ് ചെയ്യുന്നതാണ് കുട്ടി. അപ്പോൾ നമുക്ക് പാരൻ്റ് അപ്രൂവൽ കഴിഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലോസ് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലോസ് ഡീലിലാണ് നമുക്ക് എന്ത് വരുന്നത്? 2 വരെ ജോയിൻ്റ് വരും, ഡീൽ ലോസ്റ്റും വരിക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇനിയിപ്പോൾ ആ കുട്ടീനെ നമ്മൾ വിളിച്ചതിന് ശേഷം നമ്മൾ വിചാരിക്കണം കോൺടാക്ട് കസ്റ്റമർ ഫോളോ അപ്പ് ഇട്ട് നമ്മൾ ഇനി എന്ന് വിളിക്കണം എന്നുള്ള ഡേറ്റ് നമുക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ പറയുകയാണ് ഓക്കെ 5 നമ്മൾ ഇന്ന് വിളിച്ച് സംസാരിച്ചു, അപ്പോൾ നാളെ നമ്മൾ ഒന്നും കൂടെ വിളിച്ച് ആ കുട്ടീനോട് സംസാരിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. ഇവിടെ നമ്മൾ കൊടുക്കുക. പിന്നെ നമുക്കിവിടെ ഇത് സേവ് ചെയ്യാം. കമൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചാൽ അല്ലെങ്കിൽ കുട്ടീൻ്റെ എന്തൊക്കെ റിക്വയർമെൻറ്റാണ് നമുക്കുള്ളതെന്നുള്ള കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ടാസ്ക് ക്രിയേറ്റ് ചെയ്യാം. അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. എൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ XYZ ക്ലിയർ ചെയ്തു വന്നു. അപ്പോൾ നമുക്കിവിടെ ഇത് ഉണ്ട്, ഈ റെഡ് അടിച്ചിറക്കുന്നുണ്ടോ? റെഡ് അടിച്ചിറക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു പെൻഡിങ് വർക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ യെസ്റ്റർഡേ 1 മണിക്ക് എനിക്ക് എന്തുണ്ട്, ഒരു പെൻഡിങ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കിയിട്ട് പ്ലാൻഡ് ആക്ടിവിറ്റീസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അത് ഈ പ്ലാൻഡ് ആയിട്ടുള്ള നമ്മൾ പെൻഡിങ് ആയിട്ടുള്ള വർക്കുകളെല്ലാം നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ഷോൾഡ് ഇത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? നമ്മൾ ഇങ്ങനെ ഇതാക്കിയേക്കുന്നത്. അപ്പോൾ XYZ നമ്മളിത് മനസ്സിലായി. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ആൾക്കാരെ വിളിക്കുമ്പോൾ നമ്മൾ ഈ രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് വേണം പോകാനായിട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ ഫീഡ് ചെയ്യാൻ പറ്റും. ഫീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മൾ സാധാരണ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സാധാരണ മെസ്സേജസും കാര്യങ്ങളൊക്കെ ഫീഡ് ടീം മെമ്പേഴ്സിനേക്കും കംപ്ലീറ്റ് കോമൺ ആയിട്ട് അയക്കാനുള്ള മെസ്സേജെല്ലാം ഇവിടെ ഫീഡിലാണ് പോവുക. പിന്നെ മെസ്സഞ്ചർ ഉണ്ട്. നമുക്കിതിൽ തന്നെ എന്ത് ചെയ്യാം? മെസ്സേജ് യൂസ് ചെയ്യാം. നമുക്കിവിടെ നമുക്ക് ചാറ്റ് ചെയ്യാം. വീഡിയോ കോളും വാട്സപ്പ് കോളൊക്കെ വിളിക്കാൻ പറ്റും. ഓൺലൈൻ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അത് കുറച്ച് ലിമിറ്റഡ് ആക്സസ് ആണ് ഇപ്പോൾ ഉള്ളൂ.
പിന്നെ നമുക്കുള്ള ടാസ്ക് ആൻഡ് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെഷനുണ്ട്. അത് നമ്മൾ ബാക്കി ടീംസിൻ്റെ ബാക്കി ടീം CRM അല്ല, ബാക്കിയുള്ള ഇൻറ്റേർണൽ ടീംസിൻ്റെ എല്ലാം വർക്കുകൾ നമ്മൾ മാനേജ് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ഓഫ് ദ CRM എന്ന് പറയുന്നത്. അപ്പോൾ CRMലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. യു നീഡ് ടു അപ്ലോഡ് എവറിത്തിങ് ഇൻ ദ CRM. ഓക്കെ.